ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിടെ ചെമ്മീനാണ് വെള്ളത്തിലിട്ട് വെക്കുകയാണേ. കുറേ നേരം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതായത് ഇതിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞിട്ട് ചെമ്മീനൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെമ്മീൻ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ചെമ്മീനൊക്കെ റെഡിയാക്കാനായിട്ട് എളുപ്പമാണോ, അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായിട്ടത് വാഷ് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളത് യോജിപ്പിച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റോളം നമ്മളത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുകയെ. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ അടിപൊളി കറിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു റെസിപ്പി ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇതെല്ലാം ഒന്നിച്ചാണ് ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത്. വേറെ വേറെ ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മളൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ ഇങ്ങനെ ചുരുണ്ട് വരും. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രേവി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികം നേരം ഒന്നും നമ്മൾ എണ്ണയിൽ വിട്ട് നമ്മളത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിതിവിടെ എനിക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വേണം. അതുകൊണ്ട് തന്നെ ഞാനിത് നല്ലപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അച്ചാറിനൊക്കെ ചെമ്മീൻ റെഡിയാക്കുമ്പോഴും ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. ചീത്തയാവാതെ ഇരുന്നോളും. നന്നായിട്ട് ഫ്രൈ ചെയ്ത് മീനും ചെമ്മീനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മളിവിടെ ജസ്റ്റ് കറി വെക്കുകയാണ്. നമ്മൾ അച്ചാറല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ പറ്റിയ ചോറിനും പറ്റിയ നല്ല കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെമ്മീൻ നമ്മൾ മാറ്റി വെക്കുകയാണേ. അതേ ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ ഇട്ട് നമ്മളൊന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കണം. ഗ്രേവി തയ്യാറാക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് ഗ്രേവി നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടിട്ട് തന്നെയാണ് സവാളയൊക്കെ നമ്മൾ കുറച്ച് വളരെ മിനിമലൈസായിട്ടുള്ള മസാലകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സവാളയൊക്കെ വളരെ കുറവ് എടുത്തിരിക്കുന്നത്. ഒരു സവാളയുടെ പകുതി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും ആവശ്യത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സവാള വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്ത് ഇത് കണ്ടില്ലേ ഈ ഒരു കളറ് മാറി തുടങ്ങുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ നമ്മളിത് യോജിപ്പിക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. നന്നായിട്ട് വെന്ത് വരുമ്പോഴാണ് നമ്മളിതിനകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. മസാല എന്ന് പറയുമ്പം ഒരുപാട് മസാലയില്ല കേട്ടോ. നമ്മളിതിനകത്തേക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മളതിനകത്തേക്ക് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാലയും കുറച്ച് തന്നെ അതിനകത്തേക്ക് കൊറിയാണ്ടർ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നും കൂടെ നന്നായിട്ട് യോജിപ്പിക്കുകയാണ്. ഇത് യോജിപ്പിച്ച് ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കും. ചെമ്മീൻ ഇട്ട് കൊടുത്തേച്ച് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് യോജിപ്പിക്കാം കേട്ടോ. അതായത് ചെമ്മീനും ഈ മസാലയായിട്ട് ചേർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്കിത് വേറെ വേറെ കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ ചെമ്മീനും മസാലയൊക്കെ ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ കറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.